ಮಂಗಳೂರಲ್ಲಿ ಸಿಪಿಎಂನಿಂದ ಕರಾವಳಿ ಸೌಹಾರ್ದ ರ್ಯಾಲಿ ನಡೆಸ್ತಾ ಇದ್ದಾರೆ. ಮಂಗಳೂರಿನ ಜ್ಯೋತಿ ಸರ್ಕಲ್ನಿಂದ ಹಂಪನಕಟ್ಟೆಯಲ್ಲಿರುವ ನೆಹರು ಮೈದಾನದವರೆಗೂ ಕೂಡ ಸೌಹಾರ್ದ ರ್ಯಾಲಿ ನಡೆಯಿತು. ಈಗ ನೆಹರು ಮೈದಾನದಲ್ಲಿ ಸೌಹಾರ್ದ ಸಮಾವೇಶ ಆರಂಭಗೊಂಡಿದ್ದು, ಸಮಾವೇಶದಲ್ಲಿ ಕೇರಳ ಸಿಎಂ ಪಿಣರಾಯಿ ವಿಜಯನ್ ಭಾಗಿಯಾಗಿದ್ದಾರೆ. ಸಮಾವೇಶದಲ್ಲಿ ಭಾಷಣ ಮಾಡಿದ ಪಿಣರಾಯಿ ವಿಜಯನ್ ಆರ್ಎಸ್ಎಸ್ ವಿರುದ್ಧ ವಾಗ್ದಾಳಿ ನಡೆಸಿದ್ರು. ನಮ್ಮ ಸಂಸ್ಕೃತಿ ಪರವಾಗಿ ಆರ್ಎಸ್ಎಸ್ ಇಲ್ಲ ಅಂತ ಟೀಕೆ ಮಾಡಿದ್ರು. ಇನ್ನು ಆರ್ಎಸ್ಎಸ್ನ ಕೆಲವರು ಮಂಗಳೂರಿಗೆ ಕಾಲಿಡೋದಕ್ಕೂ ಕೂಡ ಬಿಡೋದಿಲ್ಲ ಅಂತ ಹೇಳಿದ್ರು. ಆದರೂ ಕಾರ್ಯಕ್ರಮ ಯಶಸ್ವಿಯಾಗಿ ನಡೆದಿದೆ. ನನಗೆ ಕರ್ನಾಟಕ ಸರ್ಕಾರ ಸೂಕ್ತ ರಕ್ಷಣೆ ನೀಡಿದೆ, ಹೀಗಾಗಿ ನಾನು ಕರ್ನಾಟಕ ಸರ್ಕಾರಕ್ಕೆ ಆಭಾರಿಯಾಗಿದ್ದೇನೆ ಅಂತ ವಿಜಯನ್ ಹೇಳಿದ್ರು. ಜೊತೆಗೆ ಆರ್ಎಸ್ಎಸ್ ವಿರುದ್ಧ ಗುಡುಗಿದ ಅವರು, ನಾನು ಒಂದೇ ದಿನಕ್ಕೆ ಮೇಲಿನಿಂದ ಕೆಳಗಿಳಿದು ಸಿಎಂ ಆದವನಲ್ಲ, ಚಿಕ್ಕ ವಯಸ್ಸಿನಿಂದಲೇ ಆರ್ಎಸ್ಎಸ್ನವರ ಕತ್ತಿ ಚೂರಿ ಮಧ್ಯೆ ತಿರುಗಾಡಿದ ಮನುಷ್ಯ, ಅದೇ ರೀತಿಯಲ್ಲಿ ಈಗಲೂ ಕೂಡ ಇಲ್ಲಿಗೆ ಬಂದಿದ್ದೇನೆ ಅಂತ ಆರ್ಎಸ್ಎಸ್ ವಿರುದ್ಧ ಕಿಡಿಕಾರಿದ್ರು. ഇന്ത്യ എന്ന പേരല്ല, ഹിന്ദുസ്ഥാൻ എന്ന പേരാണ് രാജ്യത്തിന് വേണ്ടത് എന്നവർ ആവശ്യപ്പെട്ടു. ഇതെല്ലാം അവർ തുറന്നു വന്ന ഒരു നയത്തിന്റെ ഭാഗമായിട്ടാണ്. ഒരു മതാധിഷ്ഠിത രാഷ്ട്രമാണ് ഇന്ത്യ എന്ന സങ്കല്പമാണ് അവരാദ്യം മുതലേ വെച്ചു പുലർത്തിയത്. മതനിരപേക്ഷ രാഷ്ട്രം എന്നതിനോട് അവർക്ക് യോജിപ്പില്ല. അതാണ് നമ്മുടെ രാജ്യത്തിന്റെ പാർലമെന്റിനകത്ത് ഇന്ത്യയുടെ പ്രമുഖമായ നമ്മുടെ രാഷ്ട്രത്തിന്റെ ഭരണാധികാരികളിൽ ഒരാൾ പാർലമെന്റിൽ സംസാരിക്കുമ്പോൾ, രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രി തന്നെ സംസാരിക്കുമ്പോൾ പറഞ്ഞു, മതനിരപേക്ഷ രാഷ്ട്രം എന്ന് ഭരണഘടനയിൽ വിശേഷിപ്പിച്ചതാണ് എല്ലാ കുഴപ്പത്തിനും കാരണമെന്ന്. ഇതാണ് RSS എന്ന് നാം കാണുന്നത്. ഈ RSSന്റെ കയ്യിലാണ് ഇന്ന് രാജ്യത്തിന്റെ ഭാഗതയെ നിർണ്ണയിക്കാനുള്ള അവകാശം കിട്ടിയിരിക്കുന്നത്. അങ്ങേയറ്റത്തെ അസഹിഷ്ണുതയോടെയാണ് കാര്യങ്ങളാകെ അവർ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. അവരെക്കുറിച്ച് പറയാൻ എത്രയോ മണിക്കൂറുകൾ വേണ്ടിവരും എന്നതാണ് അവസ്ഥ. നമ്മുടെ രാജ്യത്ത് അത്രമാത്രം ക്രൂരതകളാണ് ഈ കാലയളവിൽ അവരുടെ നേതൃത്വത്തിൽ സംഭവിച്ചിട്ടുള്ളത്. അസഹിഷ്ണുതയുടെ മൂർത്തീകരണമായി RSS മാറിയിരിക്കുന്നു. ആ അസഹിഷ്ണുത നമ്മുടെ രാജ്യത്തിലെ ഭരണാധികാരികളിലും പടരുന്നു. അതിന്റെ ഭാഗമായി മഹാത്മാഗാന്ധിയെ കൊല ചെയ്തതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തിന് വേണ്ടപ്പെട്ട, ജനങ്ങൾക്ക് പ്രിയപ്പെട്ടവരായ അനേകം പേരെ കൊലപ്പെടുത്താൻ സംഘപരിവാർ തയ്യാറാകുന്നു. ഇവിടെ MM കൽബുർഗി കൊല ചെയ്യപ്പെട്ടത് നമ്മളെല്ലാവരുടെയും മനസ്സിലുള്ള കാര്യമാണ്. ഈ രാജ്യത്തിന്റെ മതനിരപേക്ഷ മനസ്സ് അങ്ങേയറ്റം വേദനിച്ചൊരു കാര്യമാണ്.